ഇത് കണ്ടോ, നമ്മൾ ഇവരെ ആ പോത്തിനെല്ലാം കൊണ്ടുവന്ന വണ്ടികളാണ്. ഓരോ ടീമിൻ്റെ ബാനറെല്ലാം അടിച്ചിട്ടുള്ള ഫുള്ള് ലോറികളൊക്കെയാണ് കൊണ്ടുവന്നത്. ದೇವರಲ್ಲಿ ಅಲ್ಲಿ ಫೇಮಸ್ ಇದೆ. ಓಕೆ ಇದು ಮೆಟ್ಲ್ ಸ್ಪರ್ಧೆ ಇದೆ. ಸ್ಪರ್ಧೆಗೆ ಇಲ್ಲಿ ರಾಜ್ಯ ಮಟ್ಟಕ್ಕೆ ಇದಾಗಬೇಕಂತ ಇಲ್ಲಿ. ಓಕೆ, മോസ്റ്റ്ലി ഇത് ഞാൻ നോടിയത് ഓൾമോസ്റ്റ് എന്താ സ്റ്റൈല് നോക്കി. ഞാനിങ്ങനെ പോത്ത്, ഇങ്ങനത്തെ പോത്തിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും. ഹെയർ കണ്ട, ഇത് വേറെ ടൈപ്പ്. സൈഡ് സൈഡ് ബാംഗ്ലൂരു കമ്പള, നമ്മ കമ്പള കണ്ടോ. കമ്പളയിൽ വന്ന് നമ്മൾ അടിപൊളി എൻജോയ് ചെയ്ത് ഇതിനാണ് ശരിക്കും പോത്തിനടിക്കുന്ന സ്റ്റിക്കാണ്. എത്ര അവരെ ടീം വന്നിട്ട്, കുറെ ടീമുകൾ വന്നിട്ട് ഇത് പിടിച്ചാക്കി നിൽക്കേണ്ട ഈ സംഭവം കറക്റ്റ്. അത് രണ്ട് ലൈനിലുള്ളത്, രണ്ട് ലൈനിലുള്ള പോത്തുകളാ, രണ്ട് ടീമുകള്. ಅಡ್ಡಪಲಾಯಿದೆ ಫೈನಲ್ನ ಸ್ಪರ್ಧೆ. ഇത് കണ്ടോ, നമ്മൾ ഇവരെ ആ പോത്തിനെല്ലാം കൊണ്ടുവന്ന വണ്ടികളാണ്. ഓരോ ടീമിൻ്റെ ബാനറെല്ലാം അടിച്ചിട്ടുള്ള ഫുള്ള് ലോറികളൊക്കെയാണ് കൊണ്ടുവന്നത്. അതിനെ നമുക്ക് നോക്കാം. അതിവിടെ കെട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ പോത്തുകൾ. ഏതായാലും കമ്പള അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. വികാരമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അതിലാണ് അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു. ഇത് ഓരോ ടീം കണ്ടോ, അവരെ ബാനർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ പുറത്ത് പോയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. പിന്നെ ഇത് അവിടെ ഉണ്ട്, ഇത് അവിടെ ഉണ്ട്. ഇതെല്ലാം ഓരോ ടീമിൻ്റെതാണ്. ಕನ್ನಡ ವಾವ್. ಇದು ಹೋಗಿದೆ ಅಲ್ಲಿ? ಇಲ್ಲ, ವೇಟಿಂಗಾ? ಹೋಗ್ಬೇಕು. ಎಲ್ಲಿ ಊರು? ಉಡುಪಿ. ಹಾಂ ಹಾಂ, ಇದೆಲ್ಲ ಬರ್ಕೂರ್. ಓಕೆ. ಸೊ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಫಸ್ಟ್ ಟೈಮ್ ಮಾಡಿ ನಮ್ಗೆ ಊರು ಹೋಗಂಗಿಲ್ಲ, ಇಲ್ಲೇ ನಮಗೆ ಬಂದಿದೆ ಬ್ಯಾಂಗ್ಳೂರಿಗೆ. ಸೊ ಸೂಪರ್ ಎಕ್ಸೈಟೆಡ್ ಆಗಿದೆ ಅಲ್ಲಿ ಜನಗಳು, ಮಸ್ತಾಗಿದೆ. ನೀವು ಅಲ್ಲಿ ಮಾಡ್ತಾ ಇದೆ ಊರಲ್ಲಿ? ಇದು ಎವ್ರಿ ಇಯರ್ಲಿ ಫೆಸ್ಟಿವಲ್? ಓ, 4 ತಿಂಗಳಲ್ಲಿ. ಬಟ್ ಇದು ಆಗೋದು ಫೀಲ್ಡಲ್ಲಿ ಅಲ್ವಾ ನಿಮ್ಮದು? ಇದು ಫೀಲ್ಡಲ್ಲಿ. ಹಾಂ, ಓಕೆ. ದೇವರಲ್ಲಿ ಅಲ್ಲಿ ಫೇಮಸ್ ಇದೆ. ಓಕೆ. ಮೆಟ್ಲ್ ಸ್ಪರ್ಧೆ ಇದೆ. ಸ್ಪರ್ಧೆಗೆ ಇಲ್ಲಿ ರಾಜ್ಯ ಮಟ್ಟಕ್ಕೆ ಇದಾಗಬೇಕಂತ ಇಲ್ಲಿ. ಓಕೆ, ಮೋಸ್ಟ್ಲಿ ಇದು ನಾನು ನೋಡಿದ್ದು ಆಲ್ಮೋಸ್ಟ್ ಬಂದಿರೋರೆಲ್ಲ ಮ್ಯಾಂಗ್ಳೂರ್ ಕಡೆ, ಆ ಸೈಡಿಂದ ಬಂದಿದೆ. ದಕ್ಷಿಣ ಕರ್ನಾಟಕದಲ್ಲಿನೇ ಇದು ಮೇನ್ ಆಗಿ ಮಾಡೋದು ಅಲ್ಲ? ಹೌದು. ಓಕೆ, ಸೂಪರ್. ಅದೇ ನೋಡಕ್ಕೆ ಬಂದಿದೆ. ಇಲ್ಲಿ ಶೆಡ್ಗಳು ನೋಡಿದಲ್ಲ. ಯಾವಾಗ ಬಂದಿದೆ ಇಲ್ಲಿ? ಗುರುವಾರ ಬಂದಿದೆ. ಗುರುವಾರ. ಓಕೆ. ಸೊ ನಾಳೆ ಫುಲ್ ಇರುತ್ತೆ. ಇದು ನಮ್ದು ಕಣ ಎಲ್ಲಿಗೆ ಅಂತಿದೆ, ಅಲ್ಲಿ ನಿಸ್ಸನೆ ಕಟ್ಟಿದ್ದಾರೆ. ನೀರು ಅಂದರೆ ಇದು ಓಡಿಸೋದು ಮಾತ್ರ. ಓಕೆ. ಮೇಲೆ ನೀರು ಮೇಲೆ ಹಾರ್ತದೆ. ಓ, ಓಕೆ. ನೀರು ಹಾರಿ ನೋಡಿ ಅದು ಬಹುಮಾನ ಕೊಡ್ತದೆ. ಓಕೆ. ಇದು ಫಸ್ಟ್ ಮತ್ತು 3-4 ತೆರವಿದ್ದಿದೆ, ಅದರಲ್ಲಿ ಓಡಿಸೋದು. ಓಕೆ. ಹಾಗೆ. ಎನಿವೆ, ಥ್ಯಾಂಕ್ ಯು. ಸೂಪರ್ ಆಗಿದೆ. ನಾವೆಲ್ಲರೂ ಖುಷಿಯಾಗಿದೆ ಇಲ್ಲಿ ಬಂದ್ಬಿಟ್ಟು. ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഓരോ ആൾക്കാർ ചാനലിലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടില്ല. റെസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആവുന്നുണ്ട് ഉള്ളിൽ. ടീമിനും ഇതേപോലെ തന്നെ ഓരോ സ്ഥലത്ത് അവർ ടെൻ്റ് ആക്കിയിട്ടുണ്ട്. അവരെ ടീമിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് അതാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഓരോ ടീം കണ്ടോ, അവർ ഇത് എഴുതിയിട്ടുണ്ട് ബനിയന്. അവരെവിടുന്ന വരുന്നതെന്നെല്ലാം സ്ഥലപ്പേരും എല്ലാം ഉണ്ട്. ഏകദേശം 100-200 പോത്തുകളാണ് ഇവിടെ ഉള്ളത്. നോക്കിക്കേ, എന്താ സ്റ്റൈല് നോക്കിയേ. ഞാനിങ്ങനെ ഇങ്ങനത്തെ പോത്തിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും. ഹെയർ കണ്ട, ഇത് വേറെ ടൈപ്പായിട്ടുള്ള പോത്ത് പോലെ. കൊമ്പ് ഡേഞ്ചറാണ് കേട്ടോ, അടുത്ത് പോണ്ട.
ഇതിപ്പം ഓടിയിട്ട് വന്നതാണെന്ന് സംശയമുണ്ട്. അതിന് ഓൾറെഡി എല്ലാം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? അന്ന് അവിടെ അതാ അവരെ ടീം അതാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് ടെൻറ്റിൽ ഏകദേശം എല്ലാം മാംഗ്ലൂർ സൈഡിൽ നിന്നാണ്, ദക്ഷിണ കർണാടക ആ സൈഡിൽ നിന്ന് വന്ന ആൾക്കാരാണ് കംപ്ലീറ്റ്. കണ്ടില്ലേ, അത് ഇതാ അവരെ ടീമാണിത്. പുറത്തവരെ ഫോട്ടോയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് പോവാണ് അങ്ങോട്ടേക്ക് ഇവിടുന്ന്. ಓಕೆ 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 ಥ್ಯಾಂಕ್ ಯು ಹಲೋ, ಇದು ಕಾಂಪಿಟೇಷನ್ ಇವಾಗ ಸ್ಪರ್ಧೆನಾ? ಇಲ್ಲಿ ನೋಡ್ಬೇಕು ಅಷ್ಟೇ, ಅಲ್ಲಿ ಏನು ನೋಡೋದು ಸೈಡ್ ದೇವ್ ಸೈಡ್ ಕೋಣ ರೇಸ್ಗೆ ಹೋಗ್ತಾ ಇದೆ. ഇതേപോലെ ഓരോ ആളെ ടൈം ആകുമ്പം ഇതേപോലെ ഇവിടുന്ന് അവിടത്തേക്ക് പോകും. ഭയങ്കര ആവേശമുള്ള പരിപാടിയല്ല ഇതാ. ബല്ലു മനെ, കരിനിരെ എല്ലാം മാംഗ്ലൂർ സൈഡിൽ നിന്നുള്ളതാണ്. പിടിച്ചിട്ടുണ്ടോ? ആ പിടിച്ചിക്കുന്നതിന് തന്നെ ഒരു നാക്കുണ്ട് ശരിക്കും. അല്ലെങ്കിൽ ഇതിനെ കിടുത്തം കിട്ടില്ല. മൂക്ക് കയറിൽ നടുക്ക് ഒരാളിങ്ങനെ നിന്നിട്ടുണ്ടാവും. അതേ പിടുത്തത്തിലാണ് ഇതിനെ കൊണ്ടുപോവുക ആ ഓടേണ്ട സമയം വരേക്കും. ദേവു ഇതിലേ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്നാണ് ഇതിന് എൻട്രി വിടുന്നത് ശരിക്കും. ഫസ്റ്റ് ಇಲ್ಲ ದಯವಿಟ್ಟು ಇಲ್ಲ. ನೀವು നമ്മളൊരു നമ്പർ ഇറക്കി നോക്കിയതാ, നടന്നില്ല. മെല്ലനെ പോത്തിന്റെ കൂടെ തന്നെ നേരെ ഉള്ളിലേക്ക് എത്താന്ന് വിചാരിച്ചാ. ഇത് എത്ര കണ്ടതാവന്മാര് അവിടുന്ന് നമ്മളെ പൊക്കി. ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് എത്തി. നമ്മൾ നേരത്തെ അപ്പുറം ഉണ്ടായിരുന്നേ. ഇതിന്റെ ഭാഗം ഒന്ന് കാണാമെന്ന് വെച്ചു. റിവേഴ്സ് അടിച്ച് നിർത്തി. നമ്മൾ ഈ വിളി തന്നെയല്ലേ വന്നേ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇത് എല്ലാ ബോട്ടുകളും ഇവിടെ എത്തുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടുന്നു. ചെറിയ കുട്ടീനെല്ലാം കൂട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവരെ ബന്ധുക്കാരായിരിക്കും. എന്താ ജനങ്ങൾ കേട്ടോ, അടിപൊളി. ഇതാ അടുത്ത റേസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അടുത്തത് പോകുന്നത് ട്രാക്കിലേക്ക് കൂടെ. ഇതാ യെസ്.
സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ? ಅರಕೆಲ ಕೌಡರು ಗೌಡೆಯರು ಮಿಥುನ ಯಮನಯ್ಯವರ ಕೋಣೆಗಳು ಬರ್ತಾರೆ, ಇನ್ನು ಬರ್ಬೇಕು. ಸುರೇಶ್ ಎಂ ಶೆಟ್ಲ ಕ್ರೀಡಾರತ್ನ ಪ್ರಶಸ್ತಿ ಪುರಸ್ಕೃತರಿಗೆ ಸುರೇಶ್ ಶೆಟ್ಲ ಕೈ ಹಿಡ್ಕೊಂಡು ഇതിന്റെ സ്റ്റാർട്ടിങ് ഭയങ്കര ഇതാ. കറക്റ്റ് പോയാലേ ടൈമിൽ എത്താൻ പറ്റും. ಅಣ್ಣ ನೀವು ಇಲ್ಲಿ ನಿಂತದ್ದೇ ತಪ್ಪು, ಆಮೇಲೆ ಮಾತಾಡುವುದು ಮತ್ತೊಂದು ದೊಡ್ಡ ತಪ್ಪು. ಕೇಳಿಸಿಕೊಳ್ಳದ ಪ್ರತಿದ್ದಿದ್ದೀನಿ. സൈഡ് സൈഡ് ഇത് ന്യൂസ് 18 ചാനലുകാരാണ്. മൊത്തം കുറെ ചാനലുകാരുണ്ട് ഇവിടെ. ഇത് നോക്കടാ, പിന്നെ പബ്ലിക്കിന് ശരിക്കും പറഞ്ഞാൽ ട്രാക്കിൽ നിന്ന് കുറെ ദൂരെയാണ്, ശരിക്കും കാണാൻ പറ്റൂല. ഇവിടെ നോക്കൂ, ഇതാ VIP എല്ലാം ആയാലില്ലേ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള സീറ്റ്, അതും കണ്ടോ VIP ഏരിയ. ഇത് മിനിസ്റ്റേഴ്സ് എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ്. വൈകുന്നേരം മിനിസ്റ്റേഴ്സ് ഇവിടെ നിന്ന് ഇവർക്ക് നല്ല വ്യൂ ആണ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. നമ്മൾ നേരത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് പോയാൽ ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇത് കണ്ടോ, പഴയ കാലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കിച്ചു അതാണ് പത്തായം കേട്ടോ. സോറി ദേവു, പത്തായം പഴയ ആൾക്കാർ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന. ഓ, ഇത് സ്റ്റേജിന്റെ ബാക്കിലായില്ലേ? ഇത് എന്നെ വിളിക്കുന്ന അവരെ
വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടും പോയിക്കൊണ്ടും. സീനിയർ സിറ്റിസണ് ബാറ്ററി വെഹിക്കിൾ ഉണ്ട്. അതിനാണ് നമ്മൾ വരുന്നോട് കണ്ടില്ലേ നിർത്തിയിട്ടിരിക്കുന്നത്. സീനിയർ സിറ്റിസണ് അകത്തും പുറത്തും എല്ലായിടത്തും സെയിലാണ്. ഒരുപാട് ബസ്സും തിരക്കും ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് സ്ഥലത്തെത്തി. രാവിലെ മഴ പെയ്തുകൊണ്ട് മൊത്തം ചളി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പാർക്ക് ചെയ്താൽ ഇതാ ഈ ലൈനിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്.
വണ്ടി എവിടം വരെ എത്തി നോക്കിയപ്പോ നമ്മൾ എത്തിയ ടൈം കറക്റ്റാ. അന്നേരം ആൾക്കാർ വരുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ വന്നോണ്ട് എന്തായി എല്ലാ സ്ഥലവും കാണാൻ പറ്റി. ഇപ്പൊ കണ്ട കാറിന്റെ കടപ്പ് കണ്ട പാർക്കിങ്ങില് ഫുള്ള് പാർക്ക് ചെയ്യാണ്, ഗ്രൗണ്ട് മൊത്തം. അങ്ങനെ നമ്മള് കമ്പള കണ്ടിട്ട് തിരിച്ച് നമ്മള് വണ്ടീന്റെ അടുത്ത് എത്തി. കിച്ചു കിച്ചു ബാംഗ്ലൂരു ಕಂಬಳ ബാംഗ്ലൂരു ಕಂಬಳ ನಮ್ಮ ಕಂಬಳ ಮಂಗ ಕಂಬಳಿ ಅಲ್ಲ ನಮ್ಮ ಕಂಬಳ. ಓ അങ്ങനെ ಕಂಬಳ. ಇದು ಏನ್ ಹೆಸರು ಆಕ್ಚುಲಿ? ಇದಕ್ಕೇನ್ ಹೆಸರು? ಮ್ಯಾಂಗ್ಳೂರ್ ಅಲ್ಲ, ಎಲ್ಲಾರು ಮ್ಯಾಂಗ್ಳೂರ್ ತಾನಲ್ಲ. ದಕ್ಷಿಣ ಕರ್ನಾಟಕನೇ ಇದು ಫೆಸ್ಟಿವಲ್ ಮೇನ್. ബാംഗ്ലൂരു കമ്പള നമ്മ കമ്പള. കണ്ടോ, കമ്പളയിൽ വന്ന് നമ്മൾ അടിപൊളി എൻജോയ് ചെയ്ത്. ഇതിനാണ് ശരിക്ക് പോത്തിന് അടിക്കുന്ന സ്റ്റിക്കാണ്. ഇതിലാണ് ഇങ്ങനെ അടിച്ചിട്ട് ഓടുന്നേ. അതെയാ, കണ്ടിട്ടില്ല. സൂപ്പർ അല്ല സ്റ്റിക്ക്? ഇതിനുണ്ടാ പിടിക്കാൻ ഗ്രിപ്പൊക്കെ ആക്കിയിട്ട് അല്ലേ? ഇതൊന്ന് മേടിച്ചാലോ കിച്ചൂന് അടിക്കാൻ? താങ്ക് യു. ബാംഗ്ലൂർ കമ്പള നമ്മ കമ്പള. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, കമ്പള കാണാൻ പോയില്ലേ പാലസ് ഗ്രൗണ്ടില്? അതിന്റെ ഇന്നലെ നമ്മൾ പോയാൽ ശരിക്കും ട്രയൽ റണ്ണാണ്. ട്രയൽ റണ്ണാണ് നമ്മൾ കണ്ടത്. ഒറ്റ ട്രാക്കിൽ കൂടെ മാത്രമാണ് ഓടിയത്. ഇത് ഇന്ന് രാവിലെ മുതൽ ശരിക്കും മത്സരം സ്റ്റാർട്ടായി. 2 ട്രാക്കിലും കൂടിയിട്ട് ഇതാണ് ശരിക്കും ഓട്ട മത്സരം. പോത്തുകളെ അപ്പുറം ഇപ്പുറം ഇല്ല 2 ലൈനിലേക്ക് ഓടിയിട്ട് അത്ര സമയം കുറച്ചിട്ട് ആരെത്തുന്നു അവർ ജയിക്കും. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സെമി ഫൈനലാണ്. സെമി ഫൈനൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഫൈനൽ ഇന്ന് തീരും. ഇന്ന് രാത്രി മിക്കവാറും ഒരു 10-11 മണിയാവുമ്പം 11 മണിയെല്ലാം ആവും വിചാരിക്കാം. ഇത് ഭയങ്കര സംഭവമാട്ടോ. അതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവർ പറയുന്നത് തുളുനാട് എന്നാണ് പറയുന്നത്. തുളുനാട് എന്ന് പറയുന്നത് നമ്മളെ ദക്ഷിണ കന്നഡയിൽ നടക്കുന്ന മത്സരമാണ് ഇത് മെയിനായിട്ട്. അപ്പം പിന്നെ ഇത് സ്റ്റേജിലെല്ലാം കാണിക്കുന്ന ഇവരില്ലേ ലൈവിൽ. പിന്നെ അപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന വില്ലേജ് മത്സരം നമ്മൾ സിറ്റിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇന്നലെ നമ്മൾ കണ്ടു. അതിലെന്ന് പറഞ്ഞാൽ ഈ പോത്തിന് എത്ര അവരെ ടീം വന്നിട്ട് കുറേ ടീമുകൾ വന്നിട്ട് ഇത് പിടിച്ചാക്കി നിൽക്കേണ്ട ഈ സംഭവം കറക്റ്റ്. അത് 2 ലൈനിലുള്ളത് 2 ലൈനിലുള്ള പോത്തുകളെ 2 ടീമുകൾ കറക്റ്റ് നിർത്തിയിട്ട് അതിനെ പൊസിഷൻ ചെയ്ത്. അപ്പോൾ ഇവരെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഒരു ആചാരം പോലെയൊക്കെ ഉണ്ട്. ഇതിനെ വെറുതെ വിടുന്നില്ല. അതിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ തെവി അങ്ങനെയല്ലോ ആക്കി അതിനൊരു സെറ്റ് ചെയ്യാനുണ്ട്. ആ സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മനുഷ്യർ ഓടുന്ന പോലെയല്ലല്ലോ. ഇതിനെ മനുഷ്യന്മാർക്ക് ഒരു ടക്കോ വിസിലടിയോ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട പോലെ ഓടും. ഇതിന് എന്തോ ഒരു നാക്കുണ്ടത്. എന്താ വെച്ചാൽ ആരാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഓട്ടത്തിൻ്റെ സ്പീഡുമാണ് ശരിക്കും ജയിക്കേണ്ട ഇത്. അപ്പോൾ പിന്നെ ആ റൈറ്റ് ടൈമിന് ഇവർ വെഹിക്കലും അത് കഴിഞ്ഞൊരു നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്താൽ ഇതൊരു സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു ആവേശം എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അനുഭവിക്കുമ്പോഴാണ്. ഇപ്പോൾ ടി വി കാണുമ്പോൾ നമുക്ക് ആവേശം കിട്ടില്ല. പക്ഷേ ഇന്നലെ നമ്മൾ പോയത് കൊണ്ട് നമുക്കിപ്പോൾ ഇത് കണ്ടിരിക്കാൻ തോന്നുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ അത്രത്തോളം എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പിന്നെ ഇത് പല അങ്ങനെ ട്രക്കിലൊക്കെയാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. 118 ഗ്രാം ഇതും മെഡലും അങ്ങനെയാണ് ഇതിൻ്റെ സ്വർണ്ണ മെഡൽ. അതാണ് ഇതിൻ്റെ സമ്മാനത്തിനോടുപരി ഇതിൽ ഒരുപാട് പിന്നെ സ്പോൺസർമാരുണ്ട്. വലിയ വലിയ ബിൽഡേഴ്സ് ആയാലും ഈ പ്രത്യേകിച്ചും നമ്മളെ ഈ മംഗലാപുരം സൈഡ് ആ സൈഡിലെ കുറേ ആൾക്കാർക്കൊക്കെ ഇതൊരു ഭയങ്കര വികാരമാണ് ശരിക്കും. അപ്പം പിന്നെ അത്രയും അവിടെയുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് അതിൽ ഇതിനെ സ്പോൺസർ ചെയ്തിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു വാശിയേറിയ മത്സരം എന്ന് പറയുക. ആ വാശിയേറിയ ക്രിക്കറ്റും അതിൽ നിങ്ങൾ കാണുന്ന പോലെ അതിൻ്റെ വാശിയേറിയ പോത്തോട്ട മത്സരമാണ്. അതിൻ്റെ പേരാണ് കർണാടകയിൽ പറയുമ്പം കന്നഡയിൽ കമ്പള. അപ്പോൾ അങ്ങനെ കമ്പള അടിപൊളിയായിരുന്നു ബാംഗ്ലൂരിലെ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽസിനെ പറ്റുമെങ്കിൽ ആ സമയത്ത് നമുക്കൊന്ന് കാണണം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും ബാംഗ്ലൂർ കമ്പള നമ്മ കമ്പള ഇന്നലെ ഒരുപാട് നമ്മൾ ഇതവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ.
ಅಣ್ಣ ಕೊಳಂಬಳ್ಳಿ ಶ್ರೀರಾಮ್ ಚೈತ್ರ ಕಣಪಲ್ಲದರು ಕೊಲ್ಲಂಪಳ್ಳಿ ಶ್ರೀರಾಮ ಚೈತ್ರ ಪರಮೇಶ್ವರ ಭಟ್ರ ಕೋಣಗಳು ಎರಡೂ ಕೈ ಬಿಟ್ಟು ಎರಡೂ ಕೈ ಕೊಲ್ಲಂಪಳ್ಳಿ ಶ್ರೀರಾಮ ಚೈತ್ರ ಪರಮೇಶ್ವರ ಭಟ್ರ 2ನೇ ನಂಬರ್ನ ಕೋಣಗಳು. ಓಡಿಸಿದವರು ಕಂದಾವರ ಎಲ್ಲೂರು ಗಣೇಶ್ ಅವರು. ಊರ ಚಪ್ಪಾಳೆ ತಟ್ಟಲಿಕ್ಕೆ ಮಾತ್ರ ಅಭಿನಂದಿಸಾಗ ಒಂದು ಕರಾವಳಿ ನೆಲದ ಈ ಒಂದು ಕಂಬಳವನ್ನ ಇವತ್ತು ಬೆಂಗಳೂರು ಇತಿಹಾಸದಲ್ಲಿ ಪ್ರಪ್ರಥಮ ಬಾರಿಗೆ ನಾವು ನಡೆಸ್ತಾ ಇದ್ದೀವಿ. ಇವತ್ತು ನಮ್ಮ ಜೊತೆಗೆ ನಮ್ಮ ಟಿವಿಯ ಸ್ಟಾರ್ ನಿರೂಪಕರಾದಂತಹ ನವೀನ್ ಅಣ್ಣ ಅವರು ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ. ಅಣ್ಣ, ಇವತ್ತು ನೀವು ಕರಾವಳಿಗರಾಗಿ ಕರಾವಳಿಯ ಹೆಮ್ಮೆ ಕಂಬಳವನ್ನ ಇವತ್ತು ರಾಜ್ಯಾದ್ಯಂತ, ವಿಶ್ವದಾದ್ಯಂತ, ದೇಶಾದ್ಯಂತ ನಾವು ತಕೊಂಡು ಹೋಗ್ಬೇಕು. ಪುತ್ತೂರು ಕಿಶೋರ್ ಭಂಡಾರಿ ಅವರ ಕೋಣಗಳು ಕೇವಲ 9.78 ಸೆಕೆಂಡುಗಳಲ್ಲಿ ತಮ್ಮ ಓಟವನ್ನ ಪೂರ್ಣಗೊಳಿಸೋದರೊಂದಿಗೆ ಪ್ರಥಮ ಸ್ಥಾನವನ್ನ ಪಡ್ಕೊಂಡಿರ್ತಾರೆ. ನಮ್ಮ ನೇಗಿಲು ಕಿರಿಯ ವಿಭಾಗದಲ್ಲಿ ಪ್ರಥಮ ಸ್ಥಾನವನ್ನ ಪಡ್ಕೊಂಡಿರ್ತಾರೆ. ಹಿರಿಯಂಚವಲ್ಲಾಕ್ಲಿಕ್ಕೆ ಜಗ್ಲ ಬ್ಯಾಂಡ್ ಉರಿಪೋಡ ಮಹಾರಾಜ ಕರಡಿ ಫ್ಯಾಮಿಲಿ ತಗಲು ಅಡ್ಡಪಲಾಯ್ದ ಫೈನಲ್ನ ಸ್ಪರ್ಧೆ. ಮಹಾರಾಜ ಕರೆತ SMS ಫ್ಯಾಮಿಲಿ ಅಡ್ಡಪಲಾಯ್ದರಿಗೆ ಬೆಂಗಳೂರು ಕಂಬಳದ ಅಡ್ಡಪಲಾಯ್ದ ವಿಭಾಗದ 1ನೇ ಬಹುಮಾನ ಗೆಲ್ತಿನ ರಾಜ ಕರೆಯಲ್ಲಿ SMS ಅಂದ್ರೆ ಬೆಂಗಳೂರು ತಮ್ಮ ಅತ್ಯುತ್ತಮವಾದ ಓಟದೊಂದಿಗೆ ಹಾಗೆ ಹಲಿಗೆ ವಿಭಾಗದಲ್ಲಿ ಪ್ರಥಮ ಸ್ಥಾನವನ್ನ ಪಡ್ಕೊಂಡಿರುತ್ತೆ. ಬಹುಮಾನ ಒಂಜಿ ಪವನೆ 50,000 ನಗದು ಬಹುಮಾನ. 1ನೇ ಬಹುಮಾನ ತೀರ್ಪು ಪಡಿನ SMS ಫ್ಯಾಮಿಲಿ ಬೆಂಗಳೂರು ಗಿಡನಾರೆ ಭಟ್ಕಳ ಹರಿಸಿರೆ. 2ನೇ ಬಹುಮಾನ ತೀರ್ಪು ಪಡಿನ ಬೋಳಾರ ವಿಶಾಲ್ ಕೆ ಪೂಜಾರ್ ಗಿಡನಾರೆ ಸಾವಿಯ ಗಂಗಯ್ಯ ಪೂಜಾರ್.